പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം വളരെ സന്തോഷത്തോടാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇതിൻ്റെ താഴെ വന്നേക്കുന്ന ഒത്തിരി കമൻറ്റുകൾ നമ്മളെ തെറിവിളിച്ചുകൊണ്ടൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും ഏകോദര സഹോദരെ പോലെ നമ്മൾ കാണുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് താഴെ വരുന്ന ചില കമൻറ്റുകളാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മമ്മൂട്ടിയുടെ ചിത്രത്തെപ്പറ്റി പരാജയപ്പെട്ടു എന്ന് പറയും, ഏത് അർത്ഥത്തിലാണ് പരാജയപ്പെട്ടു എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് എനിക്കൊരു ഉത്തരം പറയാനുണ്ട്. കാരണം മമ്മൂട്ടി ചിത്രം എന്ന് പറയുന്ന ബസൂക്ക എന്ന് പറയുന്ന ചിത്രം, ഇത് നമ്മൾ നേരത്തെ തന്നെ ഇതിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നോക്കി കാണുകയും ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. പലതവണ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കളക്ഷൻ കുറഞ്ഞാണ് വരുന്നത്, ഒരു പരാജയത്തിലേക്ക് മടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും നമ്മളെ തെറി വിളിച്ചു. അവസാനം അത് അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഇന്ന് ഈ ചിത്രം വിറ്റുപോയിരിക്കുന്ന ടിക്കറ്റിൻ്റെ ബുക്ക് മൈ ഷോയിൽ 24 മണിക്കൂർ കൊണ്ട് വിറ്റുപോയിരിക്കുന്ന ടിക്കറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വെറും 7000 ടിക്കറ്റാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു 40 ലക്ഷം രൂപ മാത്രമേ ഇന്ന് കളക്ട് ചെയ്തു. ഒരു ചിത്രം ഇറങ്ങി ഒരാഴ്ച പോലും കടക്കുന്നതിന് മുമ്പാണ് ഈ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ചിത്രം പരാജയപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല, പരാജയത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 28 കോടി എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. അത് പലതവണ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. 40 പറയുന്നുണ്ട്, 60 പറയുന്നുണ്ട്, ആരാധകർ പറയുന്നുണ്ട് 8 കോടി മുതൽ 9 കോടി, 10 കോടി, 11 കോടി, അങ്ങനെ പല റേറ്റിൽ പറയുന്നുണ്ട്. അതൊരു രീതിയാണ്. കാരണം കളക്ഷൻ കൂടുന്നതിനനുസരിച്ച് ബഡ്ജറ്റ് കൂട്ടുക, കളക്ഷൻ കുറയുന്നതിനനുസരിച്ച് ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ള രീതി, അത് ഡൊമിനിക്കിൻ്റെ കാര്യവും നമ്മൾ കണ്ടതാണ്. അസോസിയേഷൻ ഇതിൻ്റെ കണക്കുകൾ പുറത്തു വിട്ടപ്പം എല്ലാം പാളിപ്പോയി. അതുപോലെ ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ ടോട്ടലായിട്ട് ഞാൻ ഇതിൻ്റെ ബഡ്ജറ്റ് കൃത്യമായിട്ട് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 28 കോടി എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും ഇത് 21 കോടി 50 ലക്ഷം രൂപയാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. അതെനിക്ക് കൂടി വന്ന ഒരു 2-3 കോടിയും കൂടെ കിട്ടുമായിരിക്കാം. എന്നാലും ബഡ്ജറ്റിൻ്റെ അടുത്ത് പോലും ഗ്രോത്ത് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഷെയറായിട്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കിട്ടിയേക്കുന്ന 5 കോടിക്ക് അടുത്തുള്ളതൊക്കെ മാത്രമാണ്. അപ്പം ഇതിന് എന്തൊരു വമ്പൻ നഷ്ടമാണ് ഉണ്ടാകുന്നത്. പിന്നെ എമ്പുരാനുമായിട്ട് പലരും തുലനപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. എമ്പുരാനുമായിട്ട് ബസൂക്ക തുലനം ചെയ്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എമ്പുരാൻ എന്ന് പറയുന്ന 100 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുക ബഡ്ജറ്റുള്ള ഒരു ചിത്രമാണ്. അതിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 265 കോടി രൂപയാണ്. ആ തലത്തിൽ ബസൂക്ക എന്ന് പറയുന്ന 28 കോടി മുടക്കുമുതലുള്ള ഒരു ചിത്രം ഇപ്പോൾ 20 കോടി നേടി നിൽക്കുന്ന ഒരു ചിത്രമായിട്ട് എന്ത് താരതമ്യപ്പെടണം നടത്തണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ എൻ്റെ കുഴപ്പമാകാം. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം പരാജയപ്പെട്ടു എന്ന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ പലരും കമൻ്റായിട്ട് എന്തുകൊണ്ട് നീ മിണ്ടുന്നില്ല, എമ്പുരാൻ പരാജയമായില്ലേ, ബെറോഫ് പരാജയമായില്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ബെറോഫിൻ്റെ പരാജയം അത് അന്ന് നമ്മൾ പറഞ്ഞതാണ്. ആ ചിത്രത്തിൻ്റെ മുടക്കുമുതൽ പോലും എന്നെ സംബന്ധിച്ചില്ല. ആ ചിത്രം കണ്ടു കഴിഞ്ഞപ്പം ഈ പറഞ്ഞേക്കുന്നതൊക്കെ മുടക്കിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം. പക്ഷേ എമ്പുരാനെ സംബന്ധിച്ച് എമ്പുരാൻ്റെ മുടക്കുമുതൽ ആരും ഇതേവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് സുരേഷ് കുമാറാണ് 141 കോടിയാണ് ഇതിനെ മുടക്കിയിരിക്കുന്നതെന്ന് പറയും. പിന്നെ അവസാന നിമിഷം ഇതിൻ്റെ നിർമ്മാണ കമ്പനിയിലേക്ക് വന്ന ഗോകുലം ഗോപാലേട്ടൻ പറയുന്നത് കേട്ടു 181 കോടിയാണെന്ന് പറയും. അപ്പം ഗോകുലം ഗോപാലൻ പറയുന്നത് ഞാനത് മുകളിലേക്ക് എടുക്കുന്നില്ല. കാരണം അദ്ദേഹം ബിസിനസ്സുകാരനാണ്, എപ്പോഴും കൂട്ടിയേ പറയാനേ അവർ ശ്രമിക്കത്തുള്ളൂ. പക്ഷേ പൃഥ്വിരാജ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്ന ബഡ്ജറ്റൊന്നും ആയിട്ടില്ല, അതിലും വളരെ കുറവാണ് എന്ന് പറയാൻ ആണ്. അപ്പോൾ 141-നും 100-നും ഇടയ്ക്കുള്ളൊരു തുകയായിരിക്കാം ഇതിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ ഏകദേശം 125 കോടിക്കടുത്ത് ഒരു തുകയാകാം ഇതിൻ്റെ ബഡ്ജറ്റ്. 150 ആയിക്കോട്ടെ, 150 ആണെങ്കിൽ തന്നെ ഇത് 265 കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ OTT അതുപോലെ സാറ്റലൈറ്റ് അവകാശങ്ങളൊന്നും വിറ്റിട്ടില്ല. OTTയുടെ കാര്യം പറയുമ്പോൾ ചിലവർ അവകാശപ്പെടാം ബസൂക്കയുടെ OTT വിറ്റുപോയിട്ടില്ല എന്നുള്ളത്. ശരിയാണ്, ബസൂക്കയുടെയും വിറ്റിട്ടില്ല. കുറച്ച് നാൾ മുമ്പ് ജനുവരി റിലീസായ ഡൊമിനിക്കിൻ്റെയും OTT വിറ്റിട്ടില്ല. അതും കൂടെ നമ്മൾ ചേർത്ത് വെക്കണം. അപ്പോൾ OTT വിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയകരമായ കാര്യം. പക്ഷേ അപ്പം നിങ്ങൾ ചോദിക്കാം, മറുവശം ഒരു ചോദ്യം ഉന്നയിക്കുക എന്നോട്,
കാരണം തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ എമ്പുരാൻ്റെ OTT വിറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കാം. തുടരും എന്ന് പറയുന്നതിൻ്റെ OTT വിൽക്കാൻ വേണ്ടിയാണ് അവർ റീലീസിങ് മാറ്റിവെച്ച് ഈ 25-ാം തീയതിക്ക് മാറ്റി വെക്കേണ്ടി വന്നത്. കാരണം അത് 20 കോടി രൂപയ്ക്ക് വിറ്റതിന് ശേഷമാണത് പടം റിലീസ് ചെയ്യുന്നത്. അപ്പം പടം ഇറങ്ങുന്നതിന് മുമ്പ് നിർമ്മാതാവ് തൻ്റെ കാര്യം താൻ മുടക്കിയ കാശ് തിരിച്ചു പിടിച്ചിട്ടാണ് പടം ഇറക്കുന്നത്. അത് നിർമ്മാതാക്കളുടെ ബുദ്ധിയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ OTT വിൽക്കാതിരിക്കാനുള്ള കാരണം ലൈക്ക ഇതിന് 90 കോടി ആവശ്യപ്പെട്ടെന്നും ആശീർവാദം 70 കോടി ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞെന്നും അവസാനം എന്നാൽ ഇപ്പം വിൽക്കുന്നില്ല, പടം ഇറങ്ങിയതിന് ശേഷം വിൽക്കാമെന്നുള്ള തീരുമാനമെടുത്തതായിട്ടാണ് പറയുന്നത്. ഇതെല്ലാം വാർത്തകൾ വന്നതിൻ്റെ പുറത്താണ് നമ്മൾ പറയുന്നത്, അല്ലാതെ നമുക്ക് ഇത് നിർമ്മാണ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് അവസ്ഥ. അപ്പം അങ്ങനെ OTT വിറ്റാൽ തന്നെ 50 കിട്ടിയാൽ തന്നെ ഇതൊരു ലാഭകരമായ ബിസിനസ്സായി മാറി. 150 കോടി മുടക്കിയിട്ട് 300 കോടിക്ക് മുകളിൽ കിട്ടുക എന്ന് പറയുന്നത് ലാഭകരമായ ബിസിനസ്. അതുതന്നെ ഷെയർ ഇനത്തിൽ 100 കോടി രൂപ കിട്ടിയതായിട്ട് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. ചുമ്മാ അത് അവകാശപ്പെടാൻ പറ്റത്തില്ല. അവകാശപ്പെടണമെങ്കിൽ അതിന് കൃത്യമായ ടാക്സൊക്കെ അടയ്ക്കണം. ടാക്സൊന്നും അടയ്ക്കാതെ അവകാശപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ അത് കൃത്യമായിട്ട് അവകാശപ്പെടുന്നുണ്ട്. ട്രാക്കർമാരുടെ കണക്കും നിർമ്മാതാക്കളുടെ കണക്കും ഒരേപോലെ നിൽക്കുന്നത് അപൂർവ ചിത്രങ്ങളിലൊന്നാണ് എമ്പുരാൻ. കാര്യം ട്രാക്കർമാരും പറയുന്നുണ്ട് ഏകദേശം 265 കോടിയും കിട്ടിയിട്ടുണ്ട്. നിർമ്മാണ കമ്പനിയും പറയുന്നുണ്ട് 250 കോടിക്ക് മുകളിൽ 265 കോടിയോളം കിട്ടിയിട്ടുണ്ട്. അപ്പം കൃത്യമായൊരു കണക്കാണ് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷേ പലരും പറയുന്നുണ്ട്, ഈ മറുവാദം ഉന്നയിക്കുന്നവരുടെ ലക്ഷണം എന്താണെന്നറിയാം, എമ്പുരാൻ്റെ ബഡ്ജറ്റ് കൂട്ടുക, കളക്ഷൻ കുറയ്ക്കുക. ബഫൂക്കയുടെ നിർമ്മാണ ബഡ്ജറ്റ് കുറയ്ക്കുക, കളക്ഷൻ കൂട്ടുക. ഇപ്പോൾ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തെങ്കിൽ 26 കോടി കിട്ടിയിട്ടുണ്ട്. ഏതർത്ഥത്തിൽ എവിടുന്നാണ് കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ചിലവർ പറയുന്നത് ഇതിന് 8 കോടി രൂപ മാത്രമേ ബഫൂക്കയ്ക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ളൂ എന്ന് പറയും. അപ്പം മമ്മൂട്ടിയുടെ പ്രതിഫലം പോലും ഇല്ലാതെയാണോ മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഒരു മലയാള സിനിമ ഇപ്പം സൂപ്പർ സ്റ്റാർ ഇല്ലാതെ തന്നെ ഒരു പടം എടുക്കണമെങ്കിൽ 15 കോടിയെങ്കിലും ആകുമെന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്നു. അപ്പം മമ്മൂട്ടിയെപ്പോലുള്ള ഒരു താരം അഭിനയിക്കുമ്പോൾ നിശ്ചയമായിട്ടൊരു 30 കോടി രൂപയ്ക്ക് മുകളിൽ ഇതാകുമെന്ന് ഊളയല്ല എല്ലാവർക്കും മനസ്സിലാവും. അപ്പം കൃത്യമായിട്ട് ഒരു തുക തന്നെയാണ് 30 കോടി 28 കോടി എന്നുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബഫൂക്ക എന്ന് പറയുന്ന വൻ പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. നീങ്ങിയെന്നല്ല പറയുന്നത്, നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള കണക്കുകളും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എമ്പുരാൻ എന്ന് പറയുന്ന പടം 150 കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, എൽ ബ്രാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡ്. പക്ഷേ വേറെ മലയാളത്തിൽ ഏത് നടനുണ്ട് 150 കോടി മുടക്കി ഒരു പടം നിർമ്മിക്കാനുള്ള കപ്പാസിറ്റിയുള്ള? ആരുമില്ല. ഇറക്കാൻ ഇപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന നായകനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ കഥ ഈ 100 കോടിയൊക്കെ മുടക്കി ഇറക്കി 200 കോടി പിടിക്കരുതോ? പിടിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി. അതിനാണ് ഒരു പവർ ബ്രാൻഡായ മോഹൻലാൽ എന്ന് പറയുന്ന എൽ ബ്രാൻഡിനെ കൊണ്ടുവരികയും അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. എമ്പുരാൻ കാണുന്ന ഞാനൊരു പ്രത്യേകതയുണ്ട്. എമ്പുരാനും ഞാൻ കാണുന്നത് മലയാള സിനിമ അന്യരാജ്യങ്ങളിലേക്ക് അറിയപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ പോളണ്ടിൻ്റെ കാര്യം പണ്ട് സംസാരിച്ചുകൊണ്ട് സന്ദേശ സിനിമയിലെ പോളണ്ടിൻ്റെ കാര്യം മിണ്ടരുത് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരു മലയാളത്തിൻ്റെ സിനിമ പോളണ്ട് റിലീഫായി അവിടെ റെക്കോർഡ് തുക നേടി UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, പിന്നെ വേറെ എവിടെയാണ്, മലേഷ്യ എന്ന് വേണ്ട, സിംഗപ്പൂർ എന്ന് വേണ്ട മിക്കവാറും നമുക്കറിയാവുന്ന രാജ്യങ്ങൾ, അമേരിക്ക, കാനഡ, മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഒരു മലയാള പടം റിലീഫായി. അതിൽ നമ്മൾ അഭിമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എമ്പുരാനിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയ വാതായനങ്ങൾ തുറന്നു വരികയായിരുന്നു. മലയാള സിനിമയുടെ മാർക്കറ്റ് ഇപ്പം 3.5 കോടി ജനങ്ങളുള്ള മലയാള സിനിമയിൽ കിട്ടാവുന്നതിൻ്റെ കളക്ഷൻ്റെ ഒരു കണക്കുണ്ട്. ഏകദേശം 89 കോടിയാണ് മലയാളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത്. അത് തന്നെ 2028 എന്ന് പറഞ്ഞ ചിത്രമാണ്. എമ്പുരാൻ തന്നെ 85 കോടിയെ കടന്നിട്ടുള്ളൂ. അപ്പം ഒരു ഇതുണ്ട്. അപ്പോൾ 100-150 കോടി മുടക്കി ഒരു പടം എടുക്കുകയാണെങ്കിൽ അന്യഭാഷയിലെ ആൾക്കാരെയും കൂടി ഇതിനകത്ത് ചേർക്കണം, എങ്കിൽ മാത്രമേ പടം വിജയിക്കത്തുള്ളൂ. അതിന് പറ്റിയൊരു നടനാണ് മോഹൻലാൽ എന്ന് പൃഥ്വിരാജിന് കൃത്യമായിട്ട് അറിയാം.
അത് ആൻ്റണി പെരുമ്പാവൂരുമായിട്ട് ചേർന്ന് നടപ്പിലാക്കും. ഇപ്പം ചിലവർ ചോദിക്കാം, മഹേഷ് നാരായണൻ്റെ ചിത്രത്തിന് 100 കോടിക്ക് മുകളിൽ ആകില്ലേ എന്ന്. അതെ, മമ്മൂട്ടിയുണ്ട്, മമ്മൂട്ടിയുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്. അവരഭിനയിച്ചിട്ടും അവർക്കറിയാം ഈ ചിത്രം 100 കോടി മുടക്കിക്കഴിഞ്ഞാൽ 200 കോടി തിരിച്ചു പിടിക്കാൻ പാടായിരിക്കുമെന്ന്. അതിനാണ് അവർ പവർ ബ്രാൻഡായ മോഹൻലാലിനെ കയറ്റുന്നത്. എങ്ങനെയുണ്ട്? അതുതന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. ആര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഇന്ന് മലയാള സിനിമയിൽ ലഭിക്കുന്ന ഒരു കളക്ഷൻ ബ്രാൻഡാണ് എൽ ബ്രാൻഡ്. ആ ബ്രാൻഡിനെ മുൻനിർത്തി മലയാള സിനിമ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അതിന് നമ്മൾ മലയാള സിനിമയുടെ ഉയരങ്ങൾ കണ്ട് ആഹ്ലാദിക്കാനാണ് ചെയ്യുന്നത്. അല്ലാതെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എന്നെ കൊണ്ടുവന്ന് സിനിമ എടുക്കുന്നു, അതുകൊണ്ട് അത് പരാജയപ്പെടണം, അല്ലെങ്കിൽ പറഞ്ഞെങ്കിലും തോപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ മോശമാണ്. ഈ വർത്തമാനം ഒരുപക്ഷെ മഹേഷ് നാരായണൻ്റെ ചിത്രം ഇറങ്ങിക്കഴിയുമ്പം ആരും പറയില്ല. കാരണം അതിനകത്ത് മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, ഫഹദ് ഫാസിലുണ്ട് അല്ലേ. അത് വിജയിക്കാൻ വേണ്ടി എല്ലാവരും പറയും. പക്ഷേ ആ നിർമ്മാതാക്കൾക്ക് കൃത്യം, ആൻഡോ ജോസഫ് എന്ന് പറയുന്ന നിർമ്മാതാവിന് കൃത്യമായിട്ട് അറിയാം 100 കോടി മുടക്കിക്കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ശക്തനായ ഒരു മനുഷ്യൻ ഇപ്പുറത്ത് വേണം. അതിനുവേണ്ടിയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഇതിനകത്ത് ഒരു റോള് എടുത്ത് ഇതിനകത്ത് കയറ്റുന്നത്. എപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? അതാണ് ഞാൻ പറയുന്നത്, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ വലിയ പാടാണ്. ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കരയുക, കരഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് നിങ്ങളുടെ വിധി. അല്ലാതെ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങളുടെ ചെവിയിൽ കയറില്ല. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്താം. നിങ്ങൾ ചീത്ത പിടിക്കാൻ തയ്യാറായിക്കോളൂ, ഞാനിത് കേൾക്കാൻ ബാധ്യസ്ഥനുമാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. എത്തും വരെ എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, ബായ്.